രാജീവ് ചന്ദ്രശേഖരൻ പണി അറിയുന്ന കോർപ്പറേറ്റാണ്. ബി ജെ പിയിൽ ഇപ്പോൾ ഒരു കൂട്ടടി ഉണ്ടാവും. ബി ജെ പി സംഘടനാപരമായി ശക്തമാവും. കേരളത്തിൽ 35 സീറ്റുകളിൽ CPM-നെ ബി ജെ പി സഹായിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ UDF സംവിധാനം തകരും. സുരേഷ് ഗോപിയുടെ വിജയമാണ് കെ സുരേന്ദ്രൻ്റെ വിജയ പട്ടികയിലുള്ള ഒരേ ഒരു ഘടകം. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ബി ജെ പിയുടെ ഡിബേറ്റുകൾ നടത്തുന്ന ഒരു നേതാവായിരുന്നു ശിവശങ്കർ. എവിടെ പോയി? ചവിട്ടി ഒതുക്കിയില്ലേ? ഗ്രൂപ്പിസത്തിൻ്റെ അവസാന വാക്കായിരുന്നു. ഇനി മുതൽ ഒരു ജില്ലാ നേതൃയോഗങ്ങളിലും സുരേന്ദ്രനെയും മുരളീധരനെയും പങ്കെടുപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതിനെ അതിജീവിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ പിന്നെ ബി ജെ പി വെച്ചങ്ങ് കയറുമെന്നാണ് വിചാരിച്ചത്. കേരള രാഷ്ട്രീയം ഇനി ഏറ്റവും ഉറ്റുനോക്കാൻ പോകുന്നത് BJPയുടെ വളർച്ച തന്നെയായിരിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ അധ്യക്ഷനായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് കേരളത്തിലെ BJPയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അതായത് 2026 നടക്കുന്ന ഇലക്ഷനിൽ BJP 10ലേറെ സീറ്റുകൾ പിടിക്കുമെന്നാണ് BJPയിലെ മുതിർന്ന നേതാക്കൾ വരെ സമ്മതിക്കുന്നത്. പക്ഷേ BJPയിൽ ഇപ്പോഴൊരു വിഭാഗീയത നടന്നുകൊണ്ടിരിക്കുകയല്ലേ? രാവിലെ ഇപ്പോൾ ബി ജെ പിയിലെ വിഭാഗീയതയല്ല ശരിക്കും നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധികലശമാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ദിവസം BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടി. അതായത് എന്തു തരം നടപടികളും നിങ്ങൾക്ക് സ്വീകരിക്കാം. കേരളത്തിൽ BJP വളരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായ വിഭാഗീയത ഇല്ലാതാക്കണം. 2, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ ഇപ്പോൾ തന്നെ നയിക്കുക. അതിന് ഏതൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ തരത്തിൽ വേണോ അതെല്ലാം നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ BJP കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചു. നിലമ്പൂരിലെ തോൽവിയായിരുന്നു വിഷയം. നിലമ്പൂരിലെ തോൽവി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി പാളിയത് കൊണ്ടുണ്ടായതാണെന്നും അവിടെ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ക്രൈസ്തവ വോട്ടിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ നിലവിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു, അത് കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള സ്ട്രാറ്റജി തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പരാജയപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെ കാണുന്നതെന്ന മട്ടിലൊക്കെ ഈ സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള നേതാക്കൾ, സ്ഥിരം പ്രശ്നക്കാരെന്ന് വെച്ചാൽ പഴയ അധികാരികളും ഇപ്പോൾ ഒന്നുമല്ലാതായി നിന്നിട്ടുള്ള ആളുകളാണ് ഈ കെ സുരേന്ദ്രനും മുരളീധരനും അവരുടെ ഗ്രൂപ്പ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമല്ലേ? അതിലേക്ക് വരാം. അപ്പോൾ ഇതിലിപ്പോൾ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു വിമർശനം വന്നു. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ അങ്ങനെ ഒരു വിമർശനം വരാനുള്ള കാരണം ഈ നിലമ്പൂർ തോൽവിയൊന്നുമല്ല. ഇതിന് തൊട്ട് 2 ദിവസം മുമ്പ് സംസ്ഥാന നേതൃയോഗം വിളിച്ചിരുന്നു. ഈ നേതൃയോഗത്തിൽ മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിച്ചില്ല. അതിൻ്റെ കറിവിലാണ്, അതിൻ്റെ പ്രശ്നത്തിലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ സുരേന്ദ്രനെയും വി മുരളീധരനെയും സംബന്ധിച്ച് കേരള BJPയുടെ ചരിത്രത്തിൽ വളരെ ദയനീയമായ പ്രകടനം കാഴ്ചവെച്ച ഒരു കേന്ദ്രമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും എന്ന നിലയിലാണ് ഏറ്റവും ഒടുവിൽ വന്ന വിലയിരുത്തൽ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമാണ് കെ സുരേന്ദ്രൻ്റെ വിജയ പട്ടികയിലുള്ള ഒരേ ഒരു ഘടകം. ഈ കെ സുരേന്ദ്രനെ സംബന്ധിച്ച് കെ സുരേന്ദ്രൻ അധ്യക്ഷനാവുന്നത് ശബരിമല വിഷയത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് അവിടെ മുതൽ ഈ ശബരിമല വിഷയത്തിന് മുമ്പും ശേഷവും എന്ന നിലയിൽ കേരള BJP രണ്ടായി കാണാം. ശബരിമല പ്രശ്നത്തിന് ശേഷം ആ സംഘർഷത്തിനും കലാപങ്ങൾക്കും ഒക്കെ ശേഷം സുരേന്ദ്രൻ നേരെ അധ്യക്ഷനാകുന്നു. പിന്നെ BJP വെച്ചങ്ങ് കയറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു നേട്ടവും ഉണ്ടായി. 2 ഹെലികോപ്റ്ററിൽ പറന്നുപോയി തോറ്റ ക്രെഡിറ്റ് പോലും സുരേന്ദ്രനുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പിസത്തിൻ്റെ അവസാന വാക്കായിരുന്നു സുരേന്ദ്രൻ. അതാണ് പാലക്കാട് ദയനീയമായ തോൽവി. 18,000 വോട്ടിൻ്റെ തോൽവി ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ നിലയിലേക്ക് BJPയെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യരെ BJPയോട് ഉടക്കിയിട്ട് അപ്പുറം പോയി. അത് BJPയുടെ ഏറ്റവും വലിയൊരു തോൽവി തന്നെയായിരുന്നു. അതായത് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. സന്ദീപ് വാര്യരെ വിട്ടുകൊടുക്കുന്നത് എന്താ? സന്ദീപ് വാര്യർ പോകാനുള്ള കാരണം എന്താ? സന്ദീപ് വാര്യർ പോകാനുള്ള കാരണം ഈ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ചവിട്ടാന്നേ. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചത്. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് BJPയുടെ ഡിബേറ്റുകൾ നടത്തുന്ന ഒരു നേതാവായിരുന്നു ശിവശങ്കർ. എവിടെ പോയി? ചവിട്ടി ഒതുക്കിയില്ലേ? സന്ദീപ് ബജസ്പതി ചവിട്ടി ഒതുക്കിയില്ലേ? ഇവരൊക്കെ എത്ര കാലം മാറി നിൽക്കുകയായിരുന്നു. ശങ്കുട്ടി ദാസിനെ പോലെയുള്ള ആളുകൾ, ഇവരോടൊക്കെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളാണ് ഞാൻ. പക്ഷേ ഒരു BJPയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, അണികളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവരൊക്കെ കരുത്തിട്ട നേതാക്കളാണ്. ശോഭാ സുരേന്ദ്രൻ കാര്യം തന്നെ ആലപ്പുഴ C ക്ലാസ് മണ്ഡലമായി കിടന്നിരുന്ന ആലപ്പുഴ ഇന്ന് A ക്ലാസ് മണ്ഡലമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ ഒറ്റ പ്രയത്നം കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു പ്രയത്നം നടത്തിയ ഒരു ചരിത്രവും സുരേന്ദ്രനില്ല, വി മുരളീധരനില്ല. അപ്പോൾ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റു. അതെന്തുകൊണ്ടാണ് തോറ്റു? അപരൻ നിന്നുകൊണ്ട് ആഭരൻ എന്തുകൊണ്ട് നിർത്തപ്പെട്ടു? അപരനെതിരെ എന്തുകൊണ്ട് നീങ്ങിയില്ല? അതൊക്കെ സുരേന്ദ്രൻ്റെ ഭാഗത്ത് തന്നെ സംഭവിച്ച വീഴ്ചയാണ്, അല്ലെങ്കിൽ പാർട്ടികളിലുള്ള പ്രശ്നങ്ങളാണ്. ഇതിലേക്കൊക്കെ നയിച്ചത് ഗ്രൂപ്പിസമാണ്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ ക്ലിയറൻസ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ്.
അതായത് പ്രശ്നമുണ്ടാക്കുന്നവരെയൊക്കെ വെട്ടുക. ഇപ്പോൾ ആ പ്രശ്നത്തിന് ശേഷം കോർ കമ്മിറ്റിക്ക് ശേഷം BJPയുടേതായി വന്ന തീരുമാനം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV അത് എക്സ്ക്ലൂസീവായിട്ട് ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ഇനി മുതൽ ഒരു ജില്ലാ നേതൃയോഗങ്ങളിലും സുരേന്ദ്രനെയും മുരളീധരനെയും പങ്കെടുപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതായത് ഞാൻ വ്യക്തിപരമായിട്ടല്ല, ഞാൻ BJP രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാളെന്നല്ലേ പറയാം. BJPയിൽ ഇപ്പോൾ ഒരു കൂട്ടേടി ഉണ്ടാവും. അതായത് സുരേന്ദ്രനും മുരളീധരനും ഈ പറയുന്ന അവരുടെ ഗ്രൂപ്പുകാരെ കൃഷ്ണകുമാറിനെ പോലെയുള്ള അവരുടെ പെട്ടിതാങ്ങികളും അവരുടെ ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു ടീം, ഇവർ കുറേ പ്രശ്നങ്ങൾ ഇതുപോലെ കോർ കമ്മിറ്റി യോഗത്തിൽ പൊട്ടിത്തെറിക്കും. സുരേന്ദ്രൻ മാധ്യമങ്ങൾ കണ്ട് പാർട്ടിക്കെതിരെ പറയും, പലതും പറയും. അതൊരു കൂട്ടേടിയുടെ ഒരു സെഷൻ നടക്കാനുണ്ട്. അതിനെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഓവർകം ചെയ്താൽ BJP സംഘടനാപരമായി ശക്തമാവും കേരളത്തിൽ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ സുരേന്ദ്രനും മുരളീധരനുമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ BJP ഭരിച്ചുകൊണ്ടിരുന്നത്. BL സന്തോഷ് എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി ഉണ്ട്. ഇദ്ദേഹമാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇവരൊറ്റ ബെൽറ്റാണ്. ഇത് പല BJPക്കാർക്കും അണികൾക്കും അറിയില്ല. അതായത് ഈ സുരേന്ദ്രനെ കുറിച്ചും മുരളീധരനെ കുറിച്ചും കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ട BL സന്തോഷ് ഇവരുടെ ആളാണ്, ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഗംഭീരമാണെന്ന് അങ്ങോട്ട് കൊടുക്കൂ. പക്ഷെ നിരന്തരമായി തോൽവികളായി കഴിഞ്ഞപ്പോൾ കേന്ദ്രം ഒന്ന് ഇടപെട്ട് നോക്കി. അങ്ങനെയാണ് പ്രകാശ് ജാവദേക്കറിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചുമതല ഏൽപ്പിക്കുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി ജയിച്ചു. ഇവിടെ ഒരു സർവേ തന്നെ നടന്നു. കേന്ദ്രത്തിൻ്റെ കൃത്യമായ സർവേ പാർട്ടി അണികൾക്കിടയിൽ നടന്നു. അതിന് റിപ്പോർട്ട് വെച്ചതിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കൂട്ടുകെട്ട് നടന്നതിന് അതിനകത്ത് അടിയന്തരമായിട്ടല്ലേ അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ എടുത്തത്. തീർച്ചയായും വലിയൊരു വിവാദമായിരുന്നു. ഇപ്പൊ സുരേന്ദ്രൻ തന്നെ 3ാം തവണയും വരും എന്ന് പറഞ്ഞ് എല്ലാവരും വിചാരിച്ചിരുന്ന സമയത്താണ് എങ്ങനെയൊന്നും ഇല്ലാത്തൊരു പേര് രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു പേര് പെട്ടെന്ന് പൊട്ടിമുളിച്ചു വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരന് കേരളത്തിലെ രാഷ്ട്രീയത്തെ വിലക്കെടുക്കാൻ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട് എന്ന് അദ്ദേഹം പല തവണ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ BJP ചിലപ്പോൾ വിലക്കെടുത്തേക്കും. അത് രാജീവ് ചന്ദ്രശേഖരൻ വഴിയായിരിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ പണി അറിയുന്ന കോർപ്പറേറ്റാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ലക്ഷ്യങ്ങളേ ഉള്ളൂ, മാർഗങ്ങൾ എന്തും ആവാം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇലക്ഷൻ ശശി തരൂര് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചു. പക്ഷെ ഒരു 15,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ശശി തരൂരിനുള്ളൂ. അതിന് മുമ്പ് എത്രയായിരുന്നു ഭൂരിപക്ഷം? ലക്ഷം കടന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് താഴേക്ക് വന്നു. അതിനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ ടീം അത്രയും വലുതായിരുന്നു. ആ കോസ്റ്റൽ ബെൽറ്റിൽ രാജീവ് ചന്ദ്രശേഖരനോടുള്ള ദേഷ്യമല്ല, BJPയോടുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവിടെ നിന്ന് വോട്ടുകൾ UDFന് മറഞ്ഞത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാതെ പോയത്. അല്ലെങ്കിൽ ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലിരുന്നതിന്. ഇലക്ഷൻ മെക്കാനിസം കൃത്യമായിരുന്നു, PR വർക്കുകൾ ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്നത് എന്താ? ഇനി കേരളത്തിലെ മുഴുവൻ സംഘടനാ സംവിധാനവും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായി 14 നമ്മുടെ ജില്ലകളെ 30 BJP ജില്ലകളാക്കി തിരിച്ച് അവിടെ 2-3 അധ്യക്ഷന്മാരെയൊക്കെ വെച്ച് ജില്ലാ നേതൃത്വങ്ങളെ ഗംഭീരമായി കൊണ്ടിരിക്കുക. അവിടെ മുതൽ സുരേന്ദ്രനും മുരളീധരനും അടികിട്ടി തുടങ്ങിയതാണ്. ഇവരുടേതായ ഒരു സെറ്റപ്പ് KJP എന്ന് പറഞ്ഞ് കേരള BJPയെ സുരേന്ദ്രൻ്റെ സ്വന്തം സുരേന്ദ്രൻ്റെ സ്വന്തം BJP അഥവാ KJP എന്ന് പറഞ്ഞ് വിളിപ്പേരുണ്ടാകുന്നൊരു അവസ്ഥ. ഇത്ര നാണം കെട്ട അവസ്ഥയാണ് BJPയെ സംബന്ധിച്ച്. അതിന് സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ വലിയ ഡീലുകൾ നടത്തുന്ന ആളാണ് സുരേന്ദ്രൻ. അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടിയൊന്നുമില്ല. ഫണ്ടിന് വേണ്ടി പല പണികളും നടത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല രീതിയിൽ. ഇപ്പോൾ കൊടകര കുഴൽപ്പണക്കടത്ത് കേസ്, ഏതെങ്കിലും ഒരു സംസ്ഥാന അധ്യക്ഷനേരെ രാജ്യത്ത് കുഴൽപ്പണക്കടത്ത് കേസിൽ ആരോപണം വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഈ കുഴൽപ്പണക്കടത്ത്, സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന പരിപാടികളാണ്. അത്തരം പരിപാടികളിൽ പോലും ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് വരിക, ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അത് മാത്രമല്ല, അതിനകത്ത് രസകരമായിട്ടുള്ള മറ്റുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രനെതിരെ ഇപ്പോഴും വിളിക്കുന്ന പേരുണ്ട്, ഉള്ളിസുര എന്നാണ് പലരും വിളിക്കുന്നത്. അതിന് പേര് വരാൻ കാരണം ബീഫ് ഫ്രൈ ഉള്ളിയാണെന്ന് വിഷയം. അത് മാത്രമല്ല, ശബരിമലയിൽ പോകുന്ന സമയത്ത് ഹാൻഡ്സ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പേര്, അങ്ങനെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ട ഒരു കഥാപാത്രമായിട്ട് സുരേന്ദ്രൻ മാറി. പലപ്പോഴും പല മണ്ടത്തരങ്ങളും പറയുന്ന രീതിയിലേക്ക് സുരേന്ദ്രൻ മാറിയത് കേരള BJP ഒരുപാട് ശക്തി കേന്ദ്രങ്ങളെ, ആ ശക്തിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ സുരേന്ദ്രൻ ആ പ്രസ്താവനകൾക്ക് കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും സുരേന്ദ്രൻ യുവമോർച്ചയുടെ നേതാവായിരുന്ന സമയത്ത് തീപ്പൊരിയായിരുന്നു, ഉള്ള കാര്യം പറയാം. പക്ഷേ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ആരും പ്രതീക്ഷിച്ചൊരു സുരേന്ദ്രനല്ല നമ്മൾ കണ്ടത്. സെറ്റിൽമെൻറ്റുകളുടെ ഉസ്താദായിരുന്നു സുരേന്ദ്രൻ, ഒരു സംശയവും വേണ്ട. സെറ്റിൽമെൻറ്റുകളുടെ ഉസ്താദായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഈ സെറ്റിൽമെൻറ്റുകളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ സ്വയം വിഡ്ഢിയായി അഭിനയിച്ചതാണെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിവരക്കേടുകൾ, അന്യമത വിദ്വേഷം പുലർത്തുന്ന വർത്തമാനങ്ങൾ, ചില തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ചില യൂട്യൂബർമാരുണ്ട്. ഇവന്മാരൊക്കെ പറയുന്നത് പോലെ ഉസ്താദുമാർ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഫുഡ് എന്നൊക്കെ ഒരു വെളിപാട് കയറി വിളിച്ചു പറയുക. എന്നിട്ട് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പച്ചക്ക് നുണ പറയുക.
ശബരിമലയിൽ പോകുമ്പോൾ ചുണ്ടത്തെന്തോ സാധനം തിരികിയിട്ട് പോവുക, ഷർട്ട് സ്വയം വലിച്ചു കീറിയിട്ട് ഇരുമുടിക്കെട്ടൊക്കെ നിലത്തിട്ടിട്ട് എന്തൊക്കെയോ കാണിക്കും. ഇങ്ങനെ ഒരുപാട് കാട്ടായങ്ങൾ കാണിച്ചിട്ടുണ്ട് സുരേന്ദ്രൻ. ഇതൊക്കെ കോമഡി പീസുകളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ശ്രദ്ധിച്ചോ, രാജീവ് ചന്ദ്രശേഖരന് ട്രോളുകൾക്ക് പാത്രമാകുന്ന വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള, അദ്ദേഹത്തിന് മലയാള ഭാഷ സംസാരിക്കുന്നതിന് കുറച്ച് പ്രശ്നമുണ്ട്, അതിനെയാണ് അദ്ദേഹത്തിൻ്റെ അത്തരം ചില പ്രശ്നങ്ങളെയാണ് ട്രോളുകളായിട്ട് വരുന്നത്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടുകൾ സംബന്ധിച്ച്, രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിക്കുന്ന എന്തെങ്കിലും നയങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു സ്ഥലത്ത് ഇടപെടുന്നതിൽ എന്തെങ്കിലും പക്വത കുറവുണ്ട് അല്ലെങ്കിൽ മോശമാണെന്ന് അങ്ങനെ ഒരു പരാതിയില്ല. അല്ല, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ സീറ്റിൽ ഫ്രണ്ടിലിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. അതായത് അദ്ദേഹം ആദ്യമേ ചെന്നൊരു സെൽഫി ഇട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിനുശേഷം അതിനകത്ത് അടിയിൽ വലിയ ട്രോളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർജവം കൊണ്ടാണ് ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം സീറ്റിന് വെളിയിൽ കാണികളായിട്ടിരിക്കുമ്പോൾ ആ സ്റ്റേജിനകത്ത് കയറി ഒരു സംസ്ഥാന പ്രസിഡന്റ് കയറി ഇരിക്കണമെങ്കിൽ, വേറെ മറ്റ് പദവികളൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു സർക്കാരിന്റെ പരിപാടിയിൽ ചെന്നിരിക്കണമെങ്കിൽ ആ ഒരു ആർജവം ഉണ്ടായിരിക്കില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്താണ്. അതിനുശേഷം അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, BJP രാഷ്ട്രീയത്തോട് അനുഭവമുള്ള ആളൊന്നുമില്ല ഞാൻ. എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിലൂടെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ഒരു അടി ഉണ്ടാവും, ഒരു കൂട്ടയടി നടക്കും. കുറച്ച് കാലത്തേക്ക് ആ കൂട്ടയടി BJPയിൽ ഉണ്ടാവും. മുരളീധരനും സുരേന്ദ്രനും കൃഷ്ണകുമാറും ഒക്കെ അടങ്ങുന്ന ഒരു ബെൽറ്റ് ഉണ്ട് ഇവരുടെ. കൃഷ്ണകുമാർ അടങ്ങുന്ന ഒരു ടീമുണ്ട്. ഈ ടീം പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനെ അതിജീവിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുകയാണെങ്കിൽ വിഭാഗീയക്കാരെയും പ്രശ്നക്കാരെയും എടുത്ത് വെളിയിൽ കളയാൻ ആർജവം രാജീവ് ചന്ദ്രശേഖർ കാണിച്ച് യുവാക്കളായ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാലം പണിയെടുത്ത ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ നിർണയിച്ച് ഗംഭീരമായൊരു അറേഞ്ച്മെൻറ്റ് നടത്താൻ കഴിഞ്ഞാൽ BJP കേരളത്തിൽ അക്കൗണ്ടുകൾ തുറക്കും. ഒന്നൊന്നുമല്ല, ഒരൊറ്റ അക്കൗണ്ട് ആയിരിക്കില്ല തുറക്കും. അപ്പോൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ എൻ്റെ ചാനൽ നടത്തിയ ഒരു പ്രവചനമല്ല, എൻ്റെ ഒരു അസസ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് സുരേഷ് ഗോപിക്ക് എങ്ങനെ പോയാലും ഒരു 25,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സുരേഷ് ഗോപിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇന്നതാണ് കാര്യങ്ങൾ നമുക്ക് ആ പൾസ് കിട്ടും. ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, BJPയുടെ അണികൾ വലിയ തോതിൽ നിരാശരാണ്. എപ്പോൾ ഈ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയൊക്കെ ഭരണത്തിൽ, അവരുടെ പാർട്ടി ഭരണം കൊണ്ട് മടുത്തുപോയൊരു ജനവിഭാഗമാണ് ഈ BJPയിലെ അണികൾ. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇവർ വിസിബിളാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള പാർട്ടി അണികൾ എന്ന് പറയുന്നത് BJP ആണ്. ഇത് ഒരു സ്വകാര്യ ചാനൽ നടത്തിയ സർവേയിൽ നാൾ കണ്ടെത്തിയതാ. BJPക്കാർ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ. പക്ഷെ അവർക്ക് പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരാൻ മടിയാണ്. എന്താ കാര്യം? ഈ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളല്ലേ എവിടെ എങ്ങനെ ഈ അണികൾ പണിയെടുത്താലും അവസാനമൊക്കെ കൂടി കൊണ്ട് കുളവാക്കും. പിന്നെ എന്തിനാ എന്ന് വിചാരിച്ചിരിക്കുന്ന അണികളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ ഊർജ്ജമാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6 മണ്ഡലങ്ങൾ BJP ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതിലൊന്ന് നിയമമാണ്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. കഴക്കൂട്ടത്ത് V മുരളീധരനെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖനായ സ്ഥാനാർത്ഥിയോ മത്സരിപ്പിക്കും. ആറന്മുള BJPയുടെ ലിസ്റ്റിലുള്ള മണ്ഡലമാണ്. കാട്ടാക്കട, അതുപോലെ കാട്ടാക്കട PK കൃഷ്ണദാസ് മത്സരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. ഒരുപക്ഷെ ഏറ്റവും നിർണായകമായൊരു തീരുമാനമാണ്. ആലപ്പുഴ അനിത ബാബുവിനെ ആയിരുന്നു UDF നിർത്തിയിരുന്നത്. അതുപോലെ പ്രതിഭ MLA പ്രതിഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPക്ക് കുറച്ചുകൂടെ ഒരു, അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ 2,99,000 ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു നിയമസഭാ മണ്ഡലം ആലപ്പുഴ ഈ കായംകുളമാണ്. അതുപോലെ തൃശ്ശൂരിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ തൃശ്ശൂരിൽ എന്തായാലും BJPക്ക് വലിയ സാധ്യതകളുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ ഇത്രേ ഉള്ളൂ. UDF സ്ട്രോങ് ആണ്, കോൺഗ്രസ് സ്ട്രോങ് ആണ്, CPI സ്ട്രോങ് ആണ്. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ 2 സൈഡിലേക്കും സ്പ്ലിറ്റ് ആവും. BJP അവരുടേതായ വോട്ട് അവിടെ ഉയർത്തിയാൽ അവർക്ക് സിമ്പിളായിട്ട് ജയിക്കാം. അതാണ് തൃശ്ശൂരിൻ്റെ ഇക്വേഷൻ. അത്രയേ ഉള്ളൂ. അല്ല സുരേഷ് ഗോപി വലിയ സംഭവമാണെന്നുള്ളത് കൊണ്ടോ BJPക്ക് അവിടെ വലിയ അതല്ല. അവിടെ അടിസ്ഥാനപരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF കൃത്യമായിട്ട് BJPക്ക് വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട്. സഹായം നൽകിയിട്ടുണ്ട്. CPM അതിനുള്ള സഹായം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അല്ല, ഇവിടെ ഞാൻ പറയുന്നത്, സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞാൽ BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ അവർ ഉറപ്പിച്ചു. ഒന്നാമത്തെ കാര്യം, അവിടെ BJP കാര്യമായിട്ട് അവരുടെ വോട്ട് ബാങ്ക് ഉയർത്തിയിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട് ഒരുപാടായിട്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ഇടതുപക്ഷ BJP വിരുദ്ധ വോട്ടുകൾ LDFിൻ്റെ കാൻഡിഡേറ്റ് അടിപൊളിയായിരുന്നു, UDFിൻ്റെ കാൻഡിഡേറ്റ് അടിപൊളിയായിരുന്നു. BJP വിരുദ്ധ വോട്ടുകൾ ചെതറിപ്പോയി. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ വോട്ടുകളും ഉണ്ട്. പക്ഷെ ആ അത്ഭുതം തൃശ്ശൂരിൽ ആവർത്തിക്കില്ല. പക്ഷേ തൃശ്ശൂരിൽ BJPക്ക് വലിയ സാധ്യതകളുണ്ട്.
ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ BJP ഒരു വലിയ സംഭവമായി, അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ കഠിന പ്രയത്നം കൊണ്ടൊന്നുമല്ല, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെതായ നെറ്റ്വർക്ക് ഉപയോഗിച്ചുണ്ടാക്കിയ വോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കെ സുരേന്ദ്രനോ മുരളീധരനോ ഒന്നും അവകാശപ്പെടാൻ കാര്യമായിട്ടൊന്നുമില്ല. BJPയെ കേരളത്തിൽ വളർത്തി വലുതാക്കി പന്തലിപ്പിച്ചു ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഇത്ര ഒരു 6 മുതൽ 10 വരെ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയുന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ സെറ്റിൽമെൻറ്റ് കഥ, ഇപ്പോൾ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നൊരു കഥയുണ്ട്. 35 സീറ്റുകളിൽ CPM BJP സഹായിക്കും. അതായത് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ, CPM വിജയസാധ്യത കുറവുള്ളതോ അല്ലെങ്കിൽ കടുത്ത മത്സരം നിലനിൽക്കുന്നതോ ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ BJP CPM സഹായിക്കും. മറിച്ച് 10 മണ്ഡലങ്ങളിൽ CPM BJPയെ സഹായിക്കുകയല്ല, മറിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്. അതായത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് വോട്ട് മറിക്കുന്ന പരിപാടി ചെയ്യരുത്. CPM വോട്ടുകൾ CPMന് തന്നെ പോവുക, കോൺഗ്രസ് വോട്ട് കോൺഗ്രസ്സിന് തന്നെ പോട്ടെ, BJP ആ മണ്ഡലങ്ങളിൽ സ്വന്തം കഴിവിന് ജയിച്ചോളാം എന്നുള്ളതാണ് ആ ഇക്വേഷൻ. ഇങ്ങനെയൊരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത്തരമൊരു കച്ചവടം നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ പല കോണുകളിലും നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് CPMൻ്റെയും BJPയുടെയും അജണ്ട. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ, UDF കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസിൻ്റെ MLAമാർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പല സീറ്റുകളും കൈവിട്ടു പോകുന്നു, പുതുതായി സീറ്റുകളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ UDF സംവിധാനം തകരും. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഒരൊറ്റ സീറ്റിലും ആരും വിജയിക്കാൻ പോകുന്നില്ല. 1 or 2 ഇടത്ത് ചിലപ്പോൾ അട്ടിമറികൾ ഉണ്ടാകുമെന്നല്ലാതെ 20-ലധികം വരുന്ന UDF ലീഗിൻ്റെ സീറ്റുകൾ എവിടെയും പോകാൻ പോകുന്നില്ല. ലീഗ് സ്ട്രോങ് ആയിട്ട് അവിടെയുണ്ട്. കോൺഗ്രസിൻ്റെ പല സീറ്റുകളിലും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ VD സതീശൻ നിൽക്കുന്നു, KC വേണുഗോപാൽ നിൽക്കുന്നു, ചെന്നിത്തല നിൽക്കുന്നു. പലരും ഇപ്പോഴേ മുഖ്യമന്ത്രി കുപ്പായമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ സമരങ്ങളിൽ പോലും ചെന്നിത്തല ഒരിടത്ത് മാറിയെന്ന അഭിപ്രായം പറയുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേറൊരിടത്ത് മാറിയെന്ന അഭിപ്രായം പറയുന്നു, മറ്റൊരിടത്ത് നിന്നിട്ട് KC വേണുഗോപാൽ വേറെ രീതിയിൽ അഭിപ്രായം പറയുന്നു. ഇവരൊന്നിച്ച അഭിപ്രായ പ്രകടനമൊന്നുമില്ല. ഓരോരുത്തരും ഞാനാണ് നേതാവ്, ഞാനാണത് കാണിക്കുക. അത് അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് പണി എളുപ്പമാവും. BJPയെ സംബന്ധിച്ച് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പിടിച്ചതുപോലെ കോൺഗ്രസിനെ താഴെ ഇറക്കി ഇനി ഒന്നാമത് വന്നില്ലെങ്കിലും രണ്ടാമത് മതി, പ്രതിപക്ഷം വന്നില്ലെങ്കിൽ ഒന്നാമത്. RSSൻ്റെ അജണ്ട ഇത് തന്നെയാണ്. RSSൻ്റെ അജണ്ട. RSSന് ഈ സുരേന്ദ്രനുമായും മുരളീധരനുമായും പല ഘട്ടങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RSS രാജീവ് ചന്ദ്രശേഖറുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ പല തെരഞ്ഞെടുപ്പിലും ഈ സുരേന്ദ്രൻ്റെയൊക്കെ പോക്ക് ഇങ്ങനെ ആയതുകൊണ്ട് RSSൻ്റെ ഭാഗത്ത് നിന്ന് പിന്തുണ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മാറി നിന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിലായാലും അല്ലെങ്കിലും ഒക്കെ സംഘം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ പ്ലാനിങ്ങിനനുസരിച്ച് പ്രവർത്തിക്കും. കേരളത്തിലൊരു വലിയ ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മുരളീധരനെയും സുരേന്ദ്രൻ്റെയും അവരുടെ പഴയ ഔദ്യോഗിക ഗ്രൂപ്പിനെയും എങ്ങനെ RC കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള BJPയുടെ ഭാവി. നല്ല നിലയ്ക്ക് അതിനെ അതിജീവിച്ച് പോകാൻ കഴിഞ്ഞാൽ BJPക്ക് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാവും, സംശയം വേണ്ട.